ജയിക്കത്തില്ല. അവർ പതുക്കെ പതുക്കെ തകർന്ന് താഴോട്ടേ പോകത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നോർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം നയിച്ച ഒരാളെ കുറിച്ച് എനിക്ക് സമയക്കുറവുണ്ട്, എന്നാലും വേഗത്തിൽ പറയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യം. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിച്ച ഈ വചനം വായിക്കുമ്പോൾ അവിടെ ഒരു അച്ഛനാണ്, ഒരു വൈദികനാണ്. പക്ഷേ ഈ വൈദികൻ വിവാഹം കഴിച്ച ഒരു വൈദികനാണ്, കല്യാണം കഴിച്ച ഒരു അച്ഛനാണ് കുടുംബജീവിതം നയിച്ചത്. എഴുതി വച്ചിരിക്കുന്നത് സുവിശേഷത്തിന്റെ 1-ാം അധ്യായം, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൽ പുരോഹിതനും അവന്റെ ഭാര്യയും. വായിക്കേണ്ട ഭാഗമാണ്. ഈ പുരോഹിതൻ പഠിപ്പിച്ചു തരും എങ്ങനെയാ കുടുംബജീവിതം നയിക്കേണ്ടതെന്ന്. 5-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഹെറോദോസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതൻ, ഒരച്ഛൻ, ഒരു പുരോഹിതൻ, ഒരു വൈദികൻ ഉണ്ടായിരുന്നു. അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു ഈ വൈദികന്റെ ഭാര്യ. വിവാഹം കഴിച്ച പുരോഹിതൻ, ഭാര്യയുള്ള പുരോഹിതൻ, വിവാഹം കഴിച്ച ഒരു പള്ളിയുടെ ചാർജുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പദവിയിലിരിക്കുന്ന വിവാഹം കഴിച്ച ഒരു അച്ഛൻ, ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ പേര് എലിസബത്ത് ആയിരുന്നു. രണ്ടുപേരുടെ സ്വഭാവത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരും ആയിരുന്നു. 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അവർക്ക് മക്കളുണ്ടായിട്ടില്ല. അതാണ് പ്രശ്നം. പുരോഹിതനും പുരോഹിതന്റെ ഭാര്യയും കുടുംബജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. സ്വഭാവം എഴുതിയിട്ടുണ്ട്, കുറ്റമറ്റവരും നീതിനിഷ്ഠരും ഒക്കെയാണ്. പക്ഷേ ഇദ്ദേഹം ഒരു പുരോഹിതനാണ്, കല്യാണം കഴിച്ച ആളാണ്, അച്ഛനാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട് ചാർജൊക്കെ ഉള്ള ആളാണ്. പക്ഷെ മക്കളില്ല. അപ്പോൾ ഈ അച്ഛന് മക്കളില്ലാത്തത് കൊണ്ട് ആളുകൾ ചോദിക്കും, നിങ്ങൾ പള്ളിയിലെ ഒരു പുരോഹിതനല്ലേ, ശുശ്രൂഷകനല്ലേ, ദൈവത്തോട് വലിയ അടുത്ത് നിൽക്കുന്ന ആളല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് പോലും മക്കളില്ലല്ലോ. പള്ളി പോവാത്തവർക്കും പ്രാർത്ഥിക്കാത്തവരും മക്കളുണ്ട്, അവർക്ക് പോലും മക്കളുണ്ട്. നിങ്ങൾ വലിയ പുരോഹിതനായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് മക്കളില്ല എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും സക്കറിയ എന്ന പുരോഹിതന്റെ ശിരസ് താന്നു പോയിട്ട് കാണും. പക്ഷെ എഴുതിയിട്ടുള്ളൊരു വാക്ക് എഴുതിയിരിക്കുന്നുണ്ട്, മക്കളുണ്ടായിരുന്നില്ല, എലിസബത്ത് വന്ധിയായിരുന്നു, ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു. ശ്രദ്ധിച്ചോ, ഒരു പുരോഹിതന്റെ പേര് സക്കറിയ, പുരോഹിതന്റെ ഭാര്യയുടെ പേര് എലിസബത്ത്, കുടുംബജീവിതം നയിക്കുന്ന പുരോഹിതൻ. പക്ഷെ മക്കളുണ്ടായിരുന്നില്ല. പലരും ചോദിക്കും മക്കളില്ലേ മക്കളില്ലേ എന്ന് ചോദിക്കും. ഇല്ല ഇല്ല എന്ന് പറഞ്ഞു മടുത്തു. അങ്ങനെയുള്ള ഒരു കുടുംബനാഥൻ, ഒരു പുരോഹിതൻ. പക്ഷേ 8-ാമത്തെ വാക്യം എന്ന് വായിക്കുകയാണ്. പ്രത്യേക രീതിയിൽ എഴുതിയിരിക്കുന്നു, തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. അവിടെ എഴുതിയിരിക്കുന്നത് വരവേ എന്നാണ്. ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ. എന്നാ മലയാള വാക്കാ? അങ്ങനെ എഴുതിയിരിക്കുകയാണ് 8-ാമത്തെ വാക്യം, ശുശ്രൂഷ നടത്തി വരവേ. എന്നിട്ട് 9-ാം വാക്യം തുടങ്ങുവാണ്. അതെന്തോ ഒരു പ്രത്യേക രീതിയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ പുരോഹിതനും ഭാര്യയും ദൈവ ശുശ്രൂഷകരായിരുന്നു. മക്കളില്ല എന്ന കാരണത്താൽ ദൈവ ശുശ്രൂഷ അവർ എവിടെയും നിർത്തിയിട്ടില്ല. അവർ ദൈവത്തെ ശുശ്രൂഷിച്ചു കൊണ്ട് തന്നെ ഇരുന്നു. അതുകൊണ്ട് എഴുതിയിരിക്കുന്നത് ശുശ്രൂഷ നടത്തി വരവേ. അപ്പോൾ ഒരു ദർശനമുണ്ടായി. 9-ാമത്തെ വാക്യം, പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയായിക്ക് ഒരു കുറി വീണു. അതായത് ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സക്കറിയ എന്ന അച്ഛന്, പുരോഹിതന്, പ്രീസ്റ്റിന് ഒരു സമയം വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 10-ാമത്തെ വാക്യം, ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ ഒരുപാട് ആളുകൾ വെളിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതായത് നിങ്ങളെപ്പോലെ ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുരോഹിതൻ ഇവിടെ നിന്ന്, സക്കറിയ എന്ന പുരോഹിതൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ 11-ാമത്തെ വാക്യം, പുള്ളി പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഒരു സംഭവം ഉണ്ടായി. ദൈവത്തിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. സക്കറിയ എന്ന പ്രായമുള്ള ഈ പുരോഹിതൻ ഞെട്ടിപ്പോയി, പേടിച്ചുപോയി. ആളുകളൊന്നും ഇത് അറിയുന്നില്ല. പെട്ടെന്ന് അതൊന്ന് വായിക്കാമോ? അപ്പോൾ കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും
ഭയപ്പെടുകയും ചെയ്തു. 13-ാമത്തെ വാക്യം, ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല കേട്ടോ. 13-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ നീ ഭയപ്പെടണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അടുത്ത വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ബൈബിൾ ഉണ്ട് നോക്കിക്കോ. സക്കറിയ എന്ന പുരോഹിതൻ നിൽക്കുന്നത് ബലിപീഠത്തിലാണ്, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സ്ഥലത്താണ്. ജനങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് താഴെ. അപ്പോ സക്കറിയായോട് ദൈവദൂതൻ പറയുവാണ്, നിന്റെ ഭാര്യ എലിസബത്തിൽ ഒരു പുത്രൻ ജനിക്കും, അവന്റെ പേര് യോഹന്നാൻ എന്നായിരിക്കണം. എന്നിട്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സ്വഭാവം പറഞ്ഞു കൊടുത്തു. അതാണ് ഇതിനകത്തെ പ്രത്യേകത. ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സ്വഭാവമാണ് 14-ാമത്തെ വാക്യം മുതൽ. ആരുടെ സ്വഭാവം? പ്രാർത്ഥനയിൽ നിൽക്കുന്ന, ദൈവ ശുശ്രൂഷയിൽ നിലനിന്ന ഒരപ്പന്റെയും അമ്മയുടെയും മകന്റെ സ്വഭാവം സ്വർഗത്തിലെ ദൈവം അപ്പനോട് പറഞ്ഞു കൊടുക്കുവാണ്. ഇത് പറയുമ്പോൾ സക്കറിയായുടെ ഭാര്യ, പുരോഹിതന്റെ ഭാര്യയുടെ ഉദരത്തിൽ മൈന്യൂട്ട് സെക്കൻഡ് ആയിട്ട് പോലും യോഹന്നാൻ ജനിച്ചിട്ടില്ല. ഇപ്പോൾ പറഞ്ഞ സമയത്ത് എലിസബത്ത് എന്ന വ്യക്തിയുടെ ഉദരത്തിൽ കുഞ്ഞു ജനിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കാണ് 14-ാമത്തെ വാക്യം. അത് വായിക്കുമ്പോൾ ഇങ്ങനെ ഓർക്കണം, പ്രാർത്ഥനയിൽ നിൽക്കുന്ന ഒരു അപ്പന്റെയും അമ്മയുടെയും മക്കൾക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സ്വഭാവം. നോക്കൂ, ഞാൻ വായിക്കുകയാണ് 14-ാമത്തെ വാക്യം. നിനക്കൊരു മകനുണ്ടാകും, നീ യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. ആരിലൂടെ? മകനിലൂടെ. നിങ്ങളിവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് നിങ്ങളുടെ മക്കൾ ഒരു ആനന്ദമാണ്? പലർക്കും മക്കൾ ഒരു തലവേദനയാണ്. മക്കളില്ലാത്ത ഒരു ദമ്പതികളോട് മക്കളുള്ള ഒരാൾ പറഞ്ഞു കൊടുക്കും, ഒരു ചേച്ചി പറയുക, ഉപദേശിക്കുക, നിങ്ങൾക്ക് മക്കളില്ലെന്ന് ഓർത്തൊന്നും വിഷമിക്കണ്ട കേട്ടോ, മക്കളില്ലാതിരിക്കുക നല്ലതെന്ന്. മക്കളില്ലാതിരിക്കുക നല്ലത്. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? ഓ, മക്കളുണ്ടെങ്കിൽ അതൊരു തലവേദനയാ. മക്കളില്ലെങ്കിൽ ഒറ്റ വേദനയല്ലേ ഉള്ളൂ, മക്കളില്ലെന്നുള്ളത്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ മക്കളെ കൊണ്ടെല്ലാം മടുത്തു, ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല. ഇവിടെ ഒരു മക്കളെ കുറിച്ച് പറയുന്നു. ഏത് സ്വഭാവമുള്ളപ്പൻ? ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തി വരവേ ശുശ്രൂഷ ചെയ്ത ഒരു അപ്പനും അമ്മയും ഒരു പുരോഹിതനും ഭാര്യയും. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. 15-ാമത്തെ വാക്യം, ദൈവസന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. ആരാ പറഞ്ഞ? പ്രാർത്ഥനയുള്ള കുടുംബത്തിൽ മക്കൾ വലുതാവൂല, രക്ഷപ്പെടില്ലെന്ന്. ഇതാ യോഹന്നാൻ എന്ന് പറയുന്ന മകൻ ഉണ്ടാകുന്നതിന് മുമ്പ് അപ്പനോട് പറയാം, നിനക്കൊരു മകൻ ഉണ്ടായിരിക്കും, അവൻ വലിയവനായിരിക്കും. ദൈവം അവനെ വലിയവനാക്കും. നിങ്ങളുടെ മക്കളെ വലിയവരാക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ദൈവമാണ് അവരെ വലിയവരാക്കുന്നത്. അടുത്ത വാക്കെന്നാന്നറിയാമോ? കള്ളു കുടിച്ച് വഴി കിടക്കുകയെന്ന് എഴുതിയിട്ടുണ്ട്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് അപ്പനോട് പറയുക, നിനക്കൊരു മകൻ ഉണ്ടാകും, അവൻ കള്ളു കുടിച്ച് വഴി കിടക്കത്തില്ല എന്ന് എഴുതിയിട്ടുണ്ട് താഴെ. 15-ാമത്തെ വാക്യത്തിന്റെ അടുത്ത ഭാഗം, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അന്നും ഉണ്ടായിരുന്നു വീഞ്ഞും ലഹരിയൊക്കെ, ഇന്നത്തെ കാലത്ത് മാത്രമല്ല, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അപ്പനോട് പറയുവാണ്, പുരോഹിതനായ അപ്പനോട് പറയുവാണ്, നിനക്കൊരു മകനുണ്ടാകും, അവൻ വീഞ്ഞും ലഹരിയും തൊട്ടുപോലും നോക്കത്തില്ല, കുടിക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന അപ്പനും അമ്മയുമാണോ നിങ്ങൾ? ദൈവവചനം കേൾക്കുന്നവരാണോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം വളർത്തും, ഉയർത്തും. ബാക്കി ഭാഗം നിങ്ങൾ വായിച്ചു. എന്നെ അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞു. ഒരു കാര്യം കേട്ടെ, നിങ്ങൾ പള്ളിയും പ്രാർത്ഥനയും ആരാധനയും ഒക്കെ വിമർശിച്ചും കുറ്റം പറഞ്ഞും ചുവടുകൾ വയ്ക്കുന്ന ഒരു അപ്പനോ അമ്മയോ ആണെങ്കിൽ നിങ്ങളുടെ മക്കൾ ചുവടുകൾ വയ്ക്കുന്നത് അതേ കാൽച്ചുവട്ടിലായിരിക്കും. നാളെ അവർ പള്ളിയിലോ പ്രാർത്ഥനയിലോ കയറത്തില്ലാത്ത വിധത്തിൽ അവരുടെ ചുവടുകൾ അങ്ങോട്ട് മാറും. എന്നാൽ നിങ്ങൾ വയ്ക്കുന്ന ചുവടുകൾ ദൈവാരാധനയുടെയും പ്രാർത്ഥനയുടെയും ദൈവാശ്രയത്വത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ചുവടുകളാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പനും അമ്മയും വയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഇന്ന് വയ്ക്കുന്ന ചുവടുകൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കയറി വരാനുള്ള പടവുകളായി നിങ്ങളുടെ ചുവടുകളെ ദൈവം മാറ്റും. മറക്കരുത്. ഒന്നും കൂടി ഞാൻ ആവർത്തിച്ചു പറയാം. നിങ്ങളെന്ന ഒരു അപ്പൻ, നിങ്ങളെന്ന ഒരു അമ്മ, നിങ്ങളെന്ന യുവാവ്, നിങ്ങളെന്ന യുവതി, നിങ്ങളെന്ന കുടുംബത്തിലെ ആളുകൾ ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവാശ്രയത്വത്തിനും ദൈവവചനത്തിനും ആരാധനയ്ക്കും ദേവാലയത്തിനും ദൈവീക കാര്യങ്ങൾക്കും ഒത്തിരി ആഗ്രഹവും സന്തോഷവും ആഗ്രഹിച്ച് വിശ്വസിച്ച് കാലുകളെ ഇങ്ങനെ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാൽച്ചുവടുകൾ അടുത്ത തലമുറ കയറി വരാനുള്ള, അതിലൂടെ തന്നെ കയറി വന്ന് അവർ ജീവിതത്തിന്റെ അനുഗ്രഹത്തിലേക്ക് എത്തുന്ന പടവുകളാക്കി നിങ്ങളുടെ ചുവടുകളെ അവർ മാറ്റും. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇന്ന് വരേണ്ടത്. ആരാധനയുള്ള, പ്രാർത്ഥനയുള്ള, നല്ല സ്വഭാവമുള്ള, ദൈവാനുഗ്രഹമുള്ള ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ദൈവം ബുദ്ധിയും ശക്തിയും കഴിവും തന്നിട്ടില്ലേ? ദൈവത്തിൽ ആശ്രയിച്ച് അത് ഉപയോഗിച്ച് രക്ഷപ്പെടണം. ദൈവം തന്ന കഴിവും ബുദ്ധിയും ഒരു സമ്പത്താണ്.
അതുപയോഗിച്ച് രക്ഷപ്പെടണം. അതിനുവേണ്ടിയ ഈ വചനങ്ങൾ നിങ്ങളെ ദൈവം കേൾപ്പിച്ചു.